പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പേജ് നമ്പർ 18-ലെ 4th ക്വസ്റ്റ്യൻ നോക്കാം. എങ്ങനെയാണ് ഇത് സിമ്പിളായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ദി പ്രൈസ് ഓഫ് 17 ട്രോഫീസ് ആൻഡ് 16 മെഡൽസ് ഈസ് 2180 rupees. ദി പ്രൈസ് ഓഫ് 16 ട്രോഫീസ് ആൻഡ് 17 മെഡൽസ് ഈസ് 2110 rupees. വാട്ട് ഈസ് ദി പ്രൈസ് ഓഫ് ഈച്ച്? നമുക്ക് ഓരോന്നിൻ്റെയും വിലയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഞാൻ എന്ത് എഴുതുന്നുണ്ട്? ദി പ്രൈസ് ഓഫ് ട്രോഫീസ് നമുക്ക് എക്സ് ആയിട്ടും പ്രൈസ് ഓഫ് മെഡൽസ് വൈ ആയിട്ടും എടുക്കാം. ദി പ്രൈസ് ഓഫ് ട്രോഫി ഈക്വൽ ടു എക്സ്. അടുത്തത് ദി പ്രൈസ് ഓഫ് മെഡൽ ഈക്വൽ ടു വൈ. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ദി പ്രൈസ് ഓഫ് 17 ട്രോഫി അല്ലേ? അപ്പോൾ 17x പ്ലസ് 16 മെഡൽ 16y ഈക്വൽ ടു 2180. ഓക്കെ, ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം അല്ലേ? അടുത്ത എന്താണ് പറയുന്നുള്ളത്? 16 ട്രോഫി അല്ലേ? അപ്പോൾ 16x പ്ലസ് 17 മെഡൽ 17y ഈക്വൽ ടു 2110. ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. ഇവിടെ ഇതിനെ നമുക്ക് കോഎഫിഷ്യന്റ് സെയിം ആക്കാൻ 17 കൊണ്ട് താഴത്തെ നമ്പറോ താഴത്തെ നമ്പറിനെ മുകളിലത്തെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വലിയൊരു നമ്പർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് വരും നോക്കാം. 17x പ്ലസ് 16x എത്രയാണ്? 33x പ്ലസ് 17y പ്ലസ് 16y പ്ലസ് 17y 33y ഈക്വൽ ടു 2180 പ്ലസ് 2110. അപ്പം 4290 കിട്ടും അല്ലേ? ഇതിന് നമുക്ക് റെഡ്യൂസ് ചെയ്ത് നോക്കാം. ഇതിൽ രണ്ടിലും ലെഫ്റ്റ് സൈഡ് നോക്കുക, രണ്ടിലും 33 ഉണ്ട്. അപ്പം നമുക്കത് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. അപ്പം എന്ത് വരും? എക്സ് പ്ലസ് വൈ എന്ന് വരും. 33 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4290 എന്ന് വരും. therefore x plus y ഈക്വൽ ടു 4290 ഡിവൈഡഡ് ബൈ 33. നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 4290 ഡിവൈഡഡ് ബൈ 33. 4ൽ 33 ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് അടുത്ത നമ്പർ നോക്കാം. 42ൽ ഹൗ മെനി 33 ആർ ഇൻ 42? 1 അല്ലേ? 33. റിമൈൻഡർ എത്രയാണ്? 12 അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് എടുക്കുക. അപ്പോൾ 12 ആയി. 12 മൈനസ് 3 എത്ര വരും? 9 ആണ് അല്ലേ? 9ൽ 33 അപ്പോൾ നമുക്ക് താഴത്തെ ഇറക്കാം. 99ൽ 3 ടൈംസ് അല്ലേ? 3 3s are 9, 3 3s are 9. 3 അല്ല 9. അപ്പോൾ എന്തായി? ആൻസർ 0 ആയി. ഇവിടെ ഒരു 0 ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്താൽ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പം 4290നെ 33 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 130 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 130 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് പരിഗണിക്കാം. ഇനി ഞാൻ ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 എടുക്കുന്നുണ്ട്. ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 എന്ത് കിട്ടും നോക്കാം. 17x മൈനസ് 16x എക്സ് ആണ് അല്ലേ? 16y മൈനസ് 17y എന്ന് പറയുമ്പോൾ മൈനസ് വൈ ഈക്വൽ ടു 2180 മൈനസ് 2110. അപ്പോൾ എത്ര കിട്ടും? ആൻസർ 70 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അതിന് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 3നെ ഇക്വേഷൻ 4നെ ആഡ് ചെയ്ത് നോക്കാം. ഒന്ന് ഏതാണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 130. അടുത്തത് ഏതാണ്? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 70. ഞാൻ ഇക്വേഷൻ നമ്പർ 3 പ്ലസ് ഇക്വേഷൻ നമ്പർ 4 എഴുതുന്നുണ്ട്. എന്ത് കിട്ടും? എക്സ് പ്ലസ് എക്സ് 2x അല്ലേ? പിന്നെയോ പ്ലസ് വൈയും മൈനസ് വൈയും കൂടി ആഡ് ഓൺ ചെയ്താൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പുറത്ത് എന്ത് കിട്ടും? 130 പ്ലസ് 70 ആണ്. അപ്പോൾ 2x ഈക്വൽ ടു 200 വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 100 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 100 എന്ന് കിട്ടി. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ ഇക്വേഷൻ നമ്പർ 3ൽ കൊടുക്കുന്നുണ്ട്. അതായത് എക്സ് ഈക്വൽ ടു 100 ഇൻ ഇക്വേഷൻ 3. വാട്ട് വി ഗെറ്റ്? 100 പ്ലസ് y equal to 130. Therefore y equal to 130 minus 100. എത്രയാണ് ആൻസർ? 30 ആണ്. അപ്പം നമുക്ക് ട്രോഫി
പ്രൈസും കിട്ടി, അതുപോലെ തന്നെ ഏത് കിട്ടി, മെഡലിൻ്റെ പ്രൈസും കിട്ടി. അപ്പം നമുക്ക് എടുത്തെഴുതാം. എന്താണ്? പ്രൈസ് ഓഫ് ട്രോഫി ഈക്വൽ ടു 100 ആൻഡ് പ്രൈസ് ഓഫ് മെഡൽ ഈക്വൽ ടു 30. ക്ലിയർ അല്ലേ? ഇത്ര സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പം ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.